വൈകുന്നേരം തറവാടിന്റെ ഉമ്മറത്തേക്ക് ശിവയുടെ ബൈക്ക് വന്നു നിന്നു. വണ്ടിയുടെ പുറകിൽ നിന്നിറങ്ങിയ നീനുവിന്റെ കയ്യിൽ നിന്ന് താഴേക്ക് ഇറങ്ങി കുഞ്ഞിപ്പെണ്ണ് വേഗത്തിൽ ഉമ്മറത്തേക്ക് ഓടി. ലച്ചുമാ ആവേശത്തോടെ വിളിച്ച് അകത്തേക്ക് കയറുന്ന കുഞ്ഞിനെ കണ്ടതും ദക്ഷ അകത്തുനിന്ന് ഓടി വന്ന് തുമ്പിയെ കയ്യിലേക്ക് ഓരിയെടുത്ത് ആ കവിലായൊരു ഉമ്മ എടുത്തു. അവളുടെ മുഖത്തേക്ക് നോക്കി ആകാംക്ഷയോടെ ചോദിക്കുന്ന കുഞ്ഞിനെ കണ്ടതും ദക്ഷ ഒരു ചിരിയോടെ തുമ്പിയുടെ കവിലായും തഴുകി. പെട്ടെന്ന് വരൂ കേട്ടോ. ഈ കാഴ്ച കണ്ടാണ് അനന്തൻ പുറത്തേക്ക് വന്ന് ഉമ്മറത്തേക്ക് വന്ന് അനന്തനെ ശിവ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഏട്ടാ, എനിക്കറിയായിരുന്നു ദൈവം അങ്ങനെയൊന്നും നിങ്ങളെ കൈവിടില്ലെന്ന്. ശിവയുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. നീനു ദക്ഷയുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. ചേച്ചി, എനിക്ക് എന്തുമാത്രം സന്തോഷമായിരുന്നു. ഇനി നമ്മുടെ തുമ്പി കളിക്കാൻ ഒരു കൂട്ടായല്ലോ. ദക്ഷയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷെ അത് സന്തോഷം കൊണ്ടായിരുന്നു. ലച്ചുവും ഭാർഗവി ഒരു വശത്ത് വിളറിയ മുഖത്തോടെ നിൽക്കുന്ന നീനു ശ്രദ്ധിക്കാതിരുന്നില്ല. അവരുടെ മുഖത്തെ ആ സന്തോഷമില്ലായ്മ നീനുവിനെ അലോസരപ്പെടുത്തി. എന്നാലും ലച്ചു ആകെ ഒരു വാട്ടം. ഇതിപ്പോ സന്തോഷിക്കേണ്ട സമയമല്ലേ? നീനുവിന്റെ ചോദ്യം കേട്ട് ലച്ചു ഒന്ന് പതറി. ഞാനാകെ സർപ്രൈസിലായി പോയി. അതാ അവൾക്ക് അപടമായ ചിരി വരുത്തി പറഞ്ഞു. ലക്ഷ്മി, പപ്പയോട്ട് പറഞ്ഞ് വാവിയെ പുറത്തിരിക്കും. എനിക്ക് മിഠായി കുടിക്കാനാ. ഒരു കൊഞ്ചലോടെ പറയുന്നവളെ കണ്ടതും അനന്തൻ ദക്ഷയുടെ കയ്യിൽ നിന്ന് തുമ്പിയെ തന്റെ കയ്യിലേക്ക് വാങ്ങി. കുറച്ചുകൂടെ ഉണ്ട് പപ്പേനെ വാവി എടുത്തേനാ കേട്ടോ. അന്ന് മോൾക്ക് എത്ര മിഠായി വേണമെങ്കിലും വാവ് കൊടുക്കാം. എന്താ പപ്പയെ വാവി ഇപ്പൊ എടുത്താ? തുമ്പി ചുണ്ടുവിളർത്തി ചോദിച്ചു. വാവ് തുമ്പിയെ പോലെ വളരണ്ടേ, എന്നാലേ മിഠായി നിന്നാവൂ. അവന്റെ സംസാരം കേട്ടത് ശരിയാണെന്ന ഭാവത്തിൽ തലയാട്ടി കുഞ്ഞിപ്പെണ്ണ്. എന്നിട്ട് ദക്ഷയുടെ വയറിലേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു. വാവി തിന്നിട്ടാണോ വാവ കുമ്പയില് വന്നേ? ആ കുഞ്ഞിന് നിഷ്കളങ്കമായ ചോദ്യം കേട്ടപ്പോൾ ഉമ്മറത്തുനിന്ന് എല്ലാവരും ഒരു ചിരി വിരിഞ്ഞു. ഏയ്, തുമ്പി മോള് തമ്പായിയോട് പറഞ്ഞില്ലേ വാവയെ വേണമെന്ന്? അങ്ങനെയാ ദച്ചുമക്ക് വാവന്നേ. അത് കേട്ടതും ആ കുഞ്ഞുമോൻ കൂടുതൽ സന്തോഷത്തിലായി. അവന്റെ കയ്യിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പൂജാമുറിയുടെ വശത്തേക്ക് ഓടി തുമ്പി. അവിടെ ചെന്ന് നിന്ന് കൈകൂപ്പി അവൾ പതുക്കെ പറഞ്ഞു. തമ്പായി, ദച്ചുമയുടെ കുമ്പയില് വാവയ്ക്ക് പെട്ടെന്ന് മിഠായി തിന്നാൻ പറ്റണേ. തുമ്പിയുടെ ഈ കുറുമ്പ് കറന്ന സംസാരം എല്ലാവരും ചിരി വളർത്തിയെങ്കിലും ആ സമയമൊക്കെ ലച്ചുവും ഭാർഗവിയും പുതിയ കരുക്കൾ നീക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ദക്ഷയ്ക്ക് തുടർച്ചയായ ഛർദിയും ശാരീരിക ക്ഷീണവും കാരണം ഒന്നിനും വയ്യാത്ത അവസ്ഥയായിരുന്നു. അതിനാൽ തന്നെ അവളുടെ കാര്യം നോക്കാൻ വേണ്ടി അനന്തൻ മാധവിയെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മാധവി വന്നോടെ ദക്ഷയുടെ കാര്യങ്ങൾക്കൊരു അടുക്കും ചിട്ടയുമായി. ദക്ഷയുടെ റൂമിൽ അവൾക്ക് കഞ്ഞി പകർന്നു കുടിക്കായിരുന്നു മാധവി. ഇത് മുഴുവൻ കുടിക്കുമോളെ, മാധവി സ്നേഹത്തോടെ പറഞ്ഞു. എനിക്ക് മതിയമ്മേ, ആകെ ഒരു തളർച്ച. ദക്ഷ ക്ഷീണത്തോടെ കട്ടിലേക്ക് ചാരി. ഈ സമയം അടുക്കളയിൽ ഭാർഗവിയും ലച്ചുവും ഗൂഢാലോചനയിലായിരുന്നു. ലച്ചു കൊണ്ടുവന്ന ആ പൊതി ഭാർഗവിയുടെ കയ്യിൽ നിന്ന് പറിച്ചു. ലച്ചു, എനിക്ക് പേടിയാവുന്നു. മാധവി കൂടെ വന്ന സ്ഥിതിക്ക് ഇനി ഇത് നടക്കുമോ? ഭാർഗവി തന്നെ ചുറ്റിലും നോക്കി. അമ്മ ഇങ്ങനെ പേടിക്കല്ലേ, വൈകുന്നേരം ജ്യൂസ് കുടിക്കുന്ന ശീലല്ലേ എടുത്തിക്ക്. എന്തായാലും അതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് മാധവിയമ്മ ഡ്രസ്സ് ഇറക്കാൻ പോകും. ആ സമയം നോക്കി ജ്യൂസിലേക്ക് പൊടി ചേർത്താൽ മാത്രം മതി. ലച്ചു അതും പറഞ്ഞ് ആ പൊടിയും ഭാർഗവി ഒലിപ്പിച്ച് തന്റെ റൂമിലേക്ക് നടന്നു. ഉച്ച കഴിഞ്ഞ് ദക്ഷ ഉറങ്ങിയ ശേഷം അവൾക്കുള്ള ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഡ്രസ്സുകളെടുത്ത് പിന്നാമ്പുറത്തേക്ക് പോയി മാധവി. ആ സമയം നോക്കി ഭാർഗവി പതുക്കെ അടുക്കളയിലേക്ക് വന്നു. ഫ്രിഡ്ജിൽ ദക്ഷ കുടിക്കാനായി വെച്ച ജ്യൂസിലേക്ക് അവർ തന്റെ കൈയുള്ള മരുന്ന് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി. ആ സമയം അവരുടെ ഉള്ളിൽ നേരെ കുറ്റബോധം തോന്നിയെങ്കിലും ലച്ചുവിന്റെ വാക്കുകൾ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. തന്റെ കണ്ണുകളൊന്ന് മുറുക്കി അടച്ച് തുറന്ന ശേഷം അവർ അകത്തേക്ക് നടന്നു. ഭാർഗവി ആളിലേക്ക് വരുമ്പോൾ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. തന്നെ നെഞ്ചിരിപ്പ് പുറത്ത് കേൾക്കുമോ എന്ന് ഭയന്നവർ വേഗം സോഫയിൽ നിന്നൊരു പത്രം കയ്യിലെടുത്തു. കുറച്ച് സമയം കഴിഞ്ഞതും മാധവി ഡ്രസ്സുകളെല്ലാം അലക്കി ഉണക്കാനിട്ട ശേഷം അടുക്കളയിലേക്ക് വന്നു. നേരം വൈകുന്നേരത്തോട് അടുത്തിരുന്നു. മാധവി ഫ്രിഡ്ജ് തുറന്ന് ആ ജഗയിൽ നിന്ന് അല്പം ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റി ഹാളിലേക്ക് വന്നു. ഭാർഗവി, ഞാൻ ദക്ഷയ്ക്ക് ഈ ജ്യൂസ് കൊടുക്കട്ടെ, അവൾ ഉണർന്നു കാണും. ഞാനെന്നാ പോയി ചായ ഇടാം. ഭാർഗവി ഒന്നും അറിയാത്ത ഭാഗത്തിൽ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. മാധവി ആ ജ്യൂസുമായി ദക്ഷയുടെ മുറിയിലേക്ക് നടന്നു. അവളെപ്പോഴും പകുതി മയക്കത്തിലായിരുന്നു. മോളെ ദച്ചു, എഴുന്നേറ്റ്, ദാ ഈ ജ്യൂസ് ഇടിക്ക്, ആ ക്ഷീണം അങ്ങ് മാറട്ടെ. മാധവി സ്നേഹത്തോടെ അവളെ താങ്ങിയിരുത്തി. ദക്ഷ പുഞ്ചിരിയോടെ ആ ഗ്ലാസ് വാങ്ങി. അമ്മേ, ഇതിനെന്തോ ഒരു ചവർപ്പ് പോലെ. ഒരു കവിൾ കുടിച്ച ദക്ഷ മുഖം ചുളി ചോദിച്ചു. അത് ആപ്പിളിന്റെ തൊലി കളയാതെ അടിച്ചതാ മോളെ, അതിനും ഗുണമുണ്ടെന്ന് പറയുന്ന കേട്ടിരുന്നു. മാധവി പറഞ്ഞതും മറ്റൊന്നും ആലോചിക്കാതെ ദക്ഷ അത് മുഴുവൻ കുടിച്ചു തീർത്തു. ജ്യൂസ് കുടിച്ച് അരമണിക്കൂർ കഴിഞ്ഞതും ശരീരമാകെ ഒരു അസ്വസ്ഥത തോന്നി ദക്ഷയ്ക്ക്. അവൾ പതുക്കെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി. വാഷ് ബേസിൽ നിന്ന് നന്നായി മുഖവും കഴുകി പുറത്തേക്ക് വന്നു. മുറ്റത്ത് തുമ്പിയും ശിവയും കളിക്കുന്ന ശബ്ദം കേൾക്കാം. അനന്തൻ ഓഫീസിൽ നിന്ന് വരാറായ സമയമാണ്. പെട്ടെന്നാണ് ദക്ഷയുടെ അടിവയറ്റിൽ ഒരു അസഹനീയമായ വേദന അനുഭവപ്പെട്ടത്. ദക്ഷ വയറിൽ അമർത്തി പിടിച്ച് ഉറക്കെ നിലവിളിച്ചു പോയി. അവളുടെ ശബ്ദം കേട്ടെന്ന് മാധവി ഓടി അകത്തേക്ക് വന്നു. എന്തു പറ്റി മോളെ? ദക്ഷയുടെ മുഖമായി വിളറി വെളുത്തിരുന്നു. അവൾ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ ദക്ഷയുടെ കാലിലൂടെ താഴേക്കിറ്റ് വീഴുന്ന ചോരത്തുള്ളികൾ കണ്ടതും മാധവിയുടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നിയവർക്ക്. ഭാർഗവി, ശിവ,
ഓടിവായോ. മാധവിയുടെ നിലവിളി ആ തറവാട് മുഴുവൻ മുഴങ്ങി കേട്ടു. താഴെ നിന്നും ശിവയും കേശവനും മുകളിൽ റൂമിലേക്ക് ഓടിക്കയറി. റൂമിൽ നിലത്തായി കിടന്ന് വേദന കൊണ്ട് പുളയുന്നവളെ കണ്ടതും കേശവൻ തന്നെ നെഞ്ചിലേക്ക് കൈവച്ചു. ദേവി, എന്താ ഇത്? അയാളും ശിവയും പെട്ടെന്ന് തന്നെ അവളെ കൈകളിലേക്ക് ഓരിയെടുത്ത് പുറത്തേക്ക് നടന്നു. ആ സമയം തന്നെ അനന്തന്റെ കാർ തറവാടിലെ മുറ്റത്തേക്ക് കയറി വന്നു. രക്തത്തിൽ കുളിച്ച ദക്ഷയും കൊണ്ട് താഴേക്ക് വരുന്നവരെ കണ്ടതും അവന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. അച്ഛാ, നോക്കിക്കാതെ വണ്ടി എടുക്കാനെന്താ? അയാൾ ഉറക്കെ പറഞ്ഞു. അവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയാവും ശിവ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് നടന്ന് ദക്ഷ അവന്റെ കയ്യിലേക്ക് കൊടുത്ത് വേഗത്തിൽ താക്കോലുമായി വണ്ടിയെടുക്കാൻ പുറത്തേക്ക് ഇറങ്ങി. മുറ്റത്തെ ബഹളം കണ്ട് പുറകുവശത്ത് നിന്ന് അങ്ങോട്ട് വന്ന നീനുവും തുമ്പിയും ദക്ഷയുടെ കാലിൽ നിന്ന് താഴേക്ക് വീഴുന്ന രക്തം കണ്ടതും സ്റ്റെക്കായി അങ്ങനെ നിന്നു. ദച്ചുമേ, ഒരു കരച്ചിലോടെയുള്ള തുമ്പിയുടെ ശബ്ദം കേട്ടതും നീനുവളെ തന്നെ നെഞ്ചിലായി അടക്കി പിടിച്ചു. ദക്ഷയെ ക്രിട്ടിക്കൽ ഐസിയുലേക്ക് മാറ്റി. അനന്തനൊരു പ്രതിമയെ പോലെ ഇടനാഴിയിലിരുന്നു. മാധവി തറയിലടിച്ച് കരയുന്നു. ഭാർഗവിയിൽ വെച്ച് മുഖത്ത് അതിയായ സങ്കടം വരുത്തി അവിടെ തന്നെ നിന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. അനന്തൻ, സോറി കേട്ടോ, ബ്ലീഡിങ് ഒരുപാട് കൂടിപ്പോയി. ഞങ്ങൾക്ക് കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദക്ഷ ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അനന്തന് തന്റെ ലോകം വീണ്ടും ശൂന്യമായതുപോലെ തോന്നി. ആ തറവാട്ടിലെ പ്രകാശമായിരുന്ന ആ കുഞ്ഞിനെയില്ല. അനന്തൻ ഭിത്തിയിൽ ചാരിയെന്ന് പൊട്ടിക്കരഞ്ഞു പോയി. ലച്ചു പതുക്കെ ഭാർഗവയെ നോക്കി. രണ്ടുപേരുടെയും കണ്ണുകളിൽ ഒരു ഗൂഢമായ ആശ്വാസം ഉണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ദക്ഷ വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും അവൾ ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ജനലിലൂടെ ശൂന്യമായ ആകാശത്തേക്ക് നോക്കി അവൾ മണിക്കൂറുകളോളം ഇരിക്കും. ഒരു വൈകുന്നേരം തുമ്പി പതുക്കെ ദക്ഷയുടെ അടുത്തേക്ക് വന്നു. ലക്ഷ്മി, വാവ എന്തിനാ പോയേ? പപ്പ പറഞ്ഞില്ല വാവ ഈ തമ്പായി കൊണ്ടുപോയിന്ന്. പക്ഷെ തുമ്പിക്ക് മിഠായി ഒഴിക്കാൻ വാവ വേണ്ടേ? തുമ്പിയുടെ ചോദ്യം കേട്ടതും ദക്ഷ മാധവിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുപോയി. ഇതേ സമയം അടുക്കളയിൽ, അമ്മി, ഇനി ആരും ഒന്നും അറിയില്ല. ഇതുപോലൊരു സാധാരണ അബോർഷനാണെന്ന് എല്ലാവരും വിചാരിക്കും. നമ്മൾ രക്ഷപ്പെട്ടു. എന്നാൽ ഇതെല്ലാം മറിഞ്ഞെന്ന് കേട്ട കേശവൻ തന്റെ നെഞ്ചിലായി കൈവച്ചു. തന്റെ മകളുടെയും ഭാര്യയുടെയും ക്രൂരത അയാൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കേശവനെ നെഞ്ചി വിടഞ്ഞു. ഒരു വശത്ത് സ്വന്തം ഭാര്യയും മകളും, മറുവശത്ത് മകനും. സത്യം തുറന്നു പറഞ്ഞാൽ ആ തറവാട് കത്തിയേരിയും. അനന്തൻ അവരെ വെറുതെ വിടില്ല. ഒടുവിൽ ആ കുടുംബം തകരാതിരിക്കാൻ അയാൾ ആ സത്യം നെഞ്ചിലൊതുക്കി. കാർത്തിയുടെ വീട്ടിലെ രാജകുമാരിയെ പോലെയാണ് ആ സമയമൊക്കെ ലച്ചു ജീവിച്ച്. അനന്തൻ കൊടുത്ത 100 പവനും തറവാടിന്റെ പ്രതാപവും ലച്ചുവിനോട് വലിയ സ്ഥാനമാണ് നൽകിയത്. രാവിലെ അടുക്കളയിലേക്ക് ചെല്ലാൻ തുടങ്ങിയ ലച്ചുവിനെ സാവിത്രി സ്നേഹത്തോടെ തടഞ്ഞു. അല്ല, എന്റെ മോളെന്തേ കാണിക്കുന്നത്? ഈ കൈകൾ കൊണ്ട് പണിയെടുപ്പിക്കാനല്ല നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് അയറ്റിയത്. മോള് പോയി ആ സോഫയിലേക്ക് ഇരിക്കെ, ചായ അങ്ങോട്ട് കൊണ്ടുവരാം. സാവിത്രി ലച്ചുവിന്റെ കവിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു മകളില്ലാത്തതിന്റെ കുറവ് ലച്ചു നികത്തുമെന്നായിരുന്നു അന്ന് സാവിത്രിയുടെ ഭാവം. ലച്ചുവിന് വേണ്ടതെന്തോ അവർ വിരൽത്തുമ്പിൽ എത്തിച്ചു കൊടുത്തു. ആ സമയം കാർത്തി ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി താഴേക്ക് വന്നു. ലച്ചുവിനെ കണ്ടതും അവന്റെ മുഖത്ത് പ്രണയത്താൽ നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. അമ്മേ, ലച്ചുവിന് ഞാൻ പുതിയൊരു ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. അവൾക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കും ബോറടിക്കണ്ടല്ലോ. കാർത്തി ആ ഫോൺ ലച്ചുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അവളുടെ സന്തോഷം കണ്ടപ്പോൾ അവന്റെ മുഖത്ത് സംതൃപ്തിയായിരുന്നു. കാർത്തിയേട്ടാ, എന്തിനപ്പം ഇതിന്റെയൊക്കെ ആവശ്യം? ലച്ചു നാണത്തോടെ ചോദിച്ചു. കാർത്തി അവളുടെ അരികിൽ ചേർന്ന് നിന്നു. എന്ന പെണ്ണിന് ഇതല്ല, ഇതിനപ്പുറം ഞാൻ വാങ്ങിത്തരും. നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ മതി. നിന്റെ മുഖം ഒന്ന് പാടിയാ ഈ വീട്ടിലാർക്കും സമാധാനം ഉണ്ടാവില്ല, അതറിയാലോ. സാവിത്രി ചിരിയോടെ മകനെയും മരുമകളെയും നോക്കി നിന്നു. ശരിയാ മോളെ, നിന്റെ കാലുഗുണം കൊണ്ടാണോ എന്നറിയില്ല, കാർത്തിക്ക് പുതിയ പ്രമോഷനും കിട്ടി. നീ ഞങ്ങളുടെ ഒക്കെ ഐശ്വര്യ. ആ വീട്ടിൽ അവൾക്ക് സ്നേഹത്തിന്റെ വേലിയേറ്റമായിരുന്നു. അവൾ ചോദിക്കുന്നതിന് മുമ്പേ എല്ലാവർക്കും മുമ്പിലെത്തി. അവളെ പുറത്തു കൊണ്ടുപോകാനും സമ്മാനങ്ങൾ നൽകാനും കാർത്തി ഒട്ടും മടി കാണിച്ചിരുന്നില്ല. ദക്ഷയുടെ ജീവിതം ഇരുട്ടിലാക്കിയെങ്കിലും തന്റെ ജീവിതത്തിൽ ആവശ്യത്തിലേറെ വെളിച്ചം വന്ന സന്തോഷത്തിലായിരുന്നു ലച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞു നഷ്ടപ്പെട്ട ആ വലിയ ആഘാതത്തിൽ നിന്നും ദക്ഷയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അനന്തൻ അവളുടെ നിഴലായി കൂടെ നിന്നു. ആ വേദന താങ്ങാനാവാതെ ഡിപ്രഷനിലേക്ക് വീണുപോയ ദക്ഷയെ കൗൺസിലിങ്ങിലൂടെ പതിയെ ഭേദമാക്കിയവൻ. ഓരോ സെഷനിലും അവളുടെ കൈകൾ മുറുകെ പിടിച്ചും ഉള്ളിലെ സങ്കടങ്ങൾ തുറന്നു പറയാൻ പ്രേരിപ്പിച്ചും അനന്തൻ അവൾക്ക് കരുത്തേകി. മരുന്നുകളേക്കാൾ ഉപരിയായി അനന്തന്റെ അതിരേറ്റ സ്നേഹവും കരുതലും ആവോളമുണ്ടായപ്പോൾ അവൾ മെല്ലെ മൗനത്തിൽ നിന്ന് പുറത്തു വന്നു തുടങ്ങി. തറവാടിലെ കൈപ്പേറിയ ഓർമ്മകളിൽ നിന്ന് അവളെ മാറ്റി നിർത്താൻ കാട്ടിയ ക്ഷമയും അവളുടെ കുഞ്ഞു ഇഷ്ടങ്ങളെപ്പോലും ചേർത്ത് പിടിച്ചുള്ള ആ സ്നേഹയാത്രയും ദക്ഷയുടെ മനസ്സിലെ മുറിവുകളെ ഉണക്കി. ആ സമയത്താണ് ഒരു ദുരന്തം കൂടി ആ തറവാടിനെ തളർത്തിയത്. ഈ വേദനകൾ താങ്ങാനാവാതെ പെട്ടെന്നുണ്ടായ ഒരു നെഞ്ചുവേദന കാരണം കേശവൻ മരണപ്പെട്ടു. ആ സമയം ആനന്ദനൊരു ആശ്വാസമാവാൻ ദക്ഷയും ശ്രമിച്ചു. അങ്ങനെ മാസങ്ങൾ വീണ്ടും കടന്നുപോയി. തനിക്ക് വേണ്ടി ജീവിക്കാൻ തന്നെ അനന്തേട്ടന് വേണ്ടി അവൾ പഴയ ദക്ഷയായി മാറി. അതുമാത്രമല്ല, ആ സ്നേഹക്കൂടിനുള്ളിലേക്ക് വീണ്ടും ഒരു കുഞ്ഞു ജീവന്റെ തുടിപ്പ് വിരുന്നെത്തുകയും ചെയ്തു. താൻ വീണ്ടും ഗർഭിണിയാണെന്ന വാർത്ത അവളുടെ ജീവിതത്തിൽ വലിയൊരു പ്രകാശം നിറച്ചു. എന്നാൽ കഥ മാറിയത് ലച്ചുവിന്റെ ജീവിതത്തിലാണ്. വലിയ ആഡംബരത്തോടെ കാർത്തിയുടെ വീട്ടിലേക്ക് കയറിപ്പോയ ലച്ചുവിന് ഇപ്പോൾ ആ വീടൊരു നരകമായി തോന്നി തുടങ്ങിയിരുന്നു. കാർത്തി ദേഷ്യത്തോടെ തന്റെ ബാഗ് സോഫയിലേക്ക് എറിഞ്ഞു. ലച്ചു ഒരു ഗ്ലാസ് വെള്ളവുമായി അവന്റെ അടുത്തേക്ക് വന്നു.
കാർത്തിയേട്ടാ എന്തായിരുന്നു ഇത്ര ദേഷ്യം? അവൾ നീട്ടിയ വെള്ളം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി അലറി. പിന്നെ ഞാൻ ചിരിക്കണോടി, ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ കൂട്ടുകാരൻ പ്രസാദിനെ കണ്ടു. അവന്റെ ഭാര്യ രണ്ടാമത് ഗർഭിണിയാണത്രേ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് എനിക്ക് കുഞ്ഞിനെ തരാൻ പോലും കഴിയാത്തവളല്ലേ നീ? ലച്ചുവിന്റെ തലതാഴ്ന്നു. അത് നമുക്കൊരു ഡോക്ടറെ പോയി കണ്ടാലോ? എന്തിന് വീണ്ടും പണം കളയാനോ? കാർത്തി പുച്ഛത്തോടെ ചിരിച്ചു. നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരില്ലടി. ഒരു ശാപം നിന്നെ വേട്ടയാടുന്നുണ്ട്. നിന്റെ ആ ഏടത്തി നീ നിന്റെ അമ്മയും കൂടി ദ്രോഹിച്ചില്ലേ, അതിന്റെ ഫല നീ അനുഭവിക്കുന്നത്. നീ ഒരുത്തി കാരണം എന്റെ ജീവിതവും നരകായി. കാർത്തിയുടെ വാക്കുകൾ ലച്ചുവിന്റെ ഹൃദയത്തെ കീറി മുറിച്ചു. ഈ ബഹളം കേട്ടാണ് സാവിത്രി അവിടേക്ക് കടന്നു വന്നത്. ലച്ചുവിനോട് ഇപ്പോൾ ആർക്കും പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല. എടാ കാർത്തി, നിന്നോട് ഞാൻ എത്രയായി പറയുന്നു ഈ മച്ചിയെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ. ഈ വീട്ടിൽ നമുക്കൊരു അവകാശം വേണ്ടേ? ലച്ചുവിന് കരച്ചിലടക്കാനായില്ല. അമ്മേ നീ ഒന്നും പറയണ്ട. ഭാഗ്യമില്ലാത്തൊരു പെണ്ണ്. ഒരമ്മയാകും പോലും യോഗമില്ലാത്ത നീയൊക്കെ ശരിക്കും ശപിക്കപ്പെട്ട ജന്മ. അതെങ്ങനെയാ? ഉള്ളിൽ നന്മയുണ്ടെങ്കിലേ ദൈവം പോലും ഈ കണ്ണീര് കാണും. നീ ചെയ്ത ക്രൂരതയ്ക്ക് ആരൊക്കെ പൊറുത്താലും ആ ശക്തി പൊറുക്കില്ല. ലച്ചു തന്നെ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. കണ്ണാടിക്കുമ്പിൽ നിന്ന് അവൾ വിതുമ്പി. അന്ന് ദക്ഷയുടെ ജ്യൂസിൽ മരുന്ന് കലർത്തുമ്പോൾ താൻ കണ്ട ആ സ്വപ്നങ്ങൾ ഓരോന്നായി തകരുന്ന് അവൾ അറിഞ്ഞു. സ്വത്തിനു വേണ്ടിയാണ് താനത് ചെയ്തത്. പക്ഷെ ഇപ്പോൾ തന്റെ സ്വന്തം ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്നു. തറവാട്. പീലി! ചോറുമായി ഉമ്മറത്തേക്ക് വന്ന് ദക്ഷ ഉറക്കി വിളിച്ചു. പീലി മുറ്റത്തെ മാവിന്റെ മറവിലേക്ക് ഒന്നുകൂടെ ഒതുങ്ങി നിന്നു. ദക്ഷ കയ്യിലുള്ള പാത്രവുമായി മുറ്റത്തേക്ക് ഇറങ്ങി. ഇവിടെ ഇങ്ങും കാണുന്നില്ലല്ലോ അമ്മയുടെ പൊന്നിനെ. ദക്ഷയുടെ സംസാരം കേട്ടതും ചിരിച്ചുകൊണ്ട് ഒന്നുകൂടെ മാവിന്റെ മറവിലേക്ക് ഒളിച്ചു നിന്നു കുഞ്ഞിപ്പെണ്ണ്. ആ സമയം അവളുടെ കാലിൽ കിടന്ന പാദസരത്തിന്റെ കിലുക്കം കേട്ടതും കുറുമി മരത്തിനടുത്തുണ്ടെന്ന് മനസ്സിലായി ദക്ഷക്ക്. പീലിമോളെ കാണുന്നില്ലല്ലോ. അപ്പൊ പിന്നെ മീമി നമുക്ക് കാത്തൂര് കൊടുക്കാം. അത് കേട്ടതും മാവിന്റെ മറവിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് എത്തി നോക്കി ആ 3.5 വയസ്സുകാരി. തന്റെ കുഞ്ഞുടുപ്പിന്റെ അറ്റം വിരലിൽ ചുറ്റിപ്പിടിച്ച് കള്ളം പിടിക്കപ്പെട്ടവളെ പോലെ പതുക്കിയൊന്ന് ശരിച്ചു. മാ മീമി കൊക്കല്ലേ? തന്റെ ഒളിച്ചുകളെ അവസാനിപ്പിച്ച് പീലി ഓടി വന്ന് ദക്ഷയുടെ നൈറ്റിയിലായി ചുറ്റിപ്പിടിച്ചു. തുമ്പി ചേച്ചി വരുമ്പോഴേക്കും മാമൻ നിന്ന് റെഡിയായി നിൽക്കണ്ടേ, എന്നാലല്ലേ തോട്ടത്തിൽ പോകാൻ പറ്റൂ. ദക്ഷ അവളെ എടുത്ത് ഉമ്മറത്തെ തിണ്ണയിലിരുത്തി. നിക്ക് മീമി മാറ്റം മച്ചി. ചുണ്ടു വിളത്തിക്കൊണ്ടുള്ള പീലിയുടെ ആ കൊഞ്ചൽ കേട്ടതും ദക്ഷ ആ പഴയ കാലോർത്തു പോയി. തന്റെ ജീവിതത്തിലെ കറുത്ത നിഴലുകൾ മാഞ്ഞത് ഈ കുഞ്ഞി ശബ്ദം കേട്ടു തുടങ്ങിയപ്പോഴാണെന്ന്. ആനന്ദന്റെ അതേ മുഖച്ഛായുള്ള അവരുടെ മാത്രം കുഞ്ഞി പെണ്ണിന്റെ. അച്ഛൻ വരുമ്പോ പീലിക്ക് മിഠായി കൊണ്ടുവരണമെങ്കിൽ ഈ ചോറ് മുഴുവൻ കഴിക്കണം കേട്ടല്ലോ. ആനന്ദന്റെ പേര് കേട്ടതും പീലി വാപൊളിച്ച് കാട്ടി. ഒരുള്ള ചോറ് അവളുടെ കുഞ്ഞു വായിലേക്ക് വെച്ചു കൊടുത്തു ദക്ഷ. അവൾക്ക് ചോറ് കൊടുക്കുന്നതിനിടയിലാണ് സ്കൂൾ ബസ്സിന്റെ ഹോൺ കേട്ടത്. പിന്നാലെ ബാഗും തൂക്കി 8 വയസ്സുകാരി തുമ്പി ഓടി വന്നു. യൂണിഫോമിൽ അഴുക്കും മുഖത്തെ തളർച്ചയും ഒന്നും വകവെക്കാതെ അവൾ നേരെ വന്ന് പീലിയുടെ അടുത്തേക്കാണ്. എന്റെ പീലിമോള് ചോറൊഴിക്കാണോ? തുമ്പിയെ കാണുന്ന പീലിക്ക് വലിയ ആവേശമായി. അവൾ തിണ്ണയിൽ നിന്നും താഴെ ഇറങ്ങാനായി തന്റെ കുഞ്ഞു കൈകൾ നീട്ടി. ദക്ഷ അവളെ താഴേക്ക് എടുത്തു വെച്ചു. തുമ്പി ബാഗ് തിണ്ണയിലേക്ക് എറിഞ്ഞ് വേഗത്തിൽ കൈ കഴുകി വന്ന് പീലിയെ കെട്ടിപ്പിടിച്ചു. ദശുമേ ബാക്കി ഞാൻ കൊടുക്കാം. പീലിക്ക് ചേച്ചി കൊടുക്കുമ്പോഴേ ഇഷ്ടം അല്ലേടാ? തുമ്പി ചോറുപാത്രം ദക്ഷയുടെ കയ്യിൽ നിന്ന് വാങ്ങി. 8 വയസ്സിന്റെ പക്വതകൾ അവൾ ഓരോ കുഞ്ഞുരുളാക്കി പീലിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഓരോരുള നൽകുമ്പോഴും സ്കൂളിലെ വിശേഷങ്ങൾ അവൾ ആവേശത്തോടെ പീലിയോട് പറയുന്നുണ്ട്. പീലിക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും തുമ്പി ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി ഇടയ്ക്കിടെ അവൾ തലയാട്ടുന്നുണ്ട്. ദക്ഷ ഉമ്മറത്തെ തൂണിൽ ചാരി ആ കാഴ്ച നോക്കി നിന്നു. 4 വയസ്സിൽ ദക്ഷയുടെ നെഞ്ചോട് പറ്റി ഉറങ്ങിക്കിടന്ന ആ പഴയ തുമ്പി ഇപ്പോൾ പീലിക്ക് വലിയേച്ചിയാണ്. അവർ തമ്മിലുള്ള ആത്മബന്ധം കാണുമ്പോൾ ദക്ഷയുടെ ഉള്ളിൽ നിറയും. തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട ആ ഇരുണ്ട കാലത്ത് തുമ്പിയായിരുന്നു ദക്ഷയുടെ ഏക ആശ്വാസം. ഇന്ന് ഈ വളർന്നു നിൽക്കുന്ന തുമ്പിയും കയ്യിലിരിക്കുന്ന പീലിയും ദക്ഷയ്ക്ക് ദൈവത്തിന്റെ വരദാനങ്ങളാണ്. വേഗം കഴിക്ക് പീലി, എന്നിട്ട് വേണം നമുക്ക് തോട്ടത്തിൽ പോവാൻ. തുമ്പി പറഞ്ഞു. പീലി ആവേശത്തോടെ തുള്ളിച്ചാടി വേഗത്തിൽ ചോറ് കഴിക്കാൻ തുടങ്ങി. ആ സമയം ദക്ഷ അകത്തുനിന്നും ബ്രെഡും പാലുമായി പുറത്തേക്ക് വന്നു. അവൾ കഴിച്ചിരുന്നില്ലേ? ഇനി തുമ്പിമോൾ പാലും ബ്രെഡ് കഴിച്ചേ, എന്നിട്ട് പൊക്കോ തോട്ടത്തിലേക്ക്. അതിനും തലയാട്ടി പുറത്തെ പൈപ്പിൽ നിന്ന് തന്റെ കാലുമുഖം ഒന്നുകൂടെ കഴുകി തിണ്ണയിലായി വെച്ച ബ്രെഡും പാലും കുടിച്ചു തുമ്പി. ദക്ഷ തുമ്പിയുടെയും പീലിയുടെയും കളിച്ചിരികൾ നോക്കി നിൽക്കുമ്പോഴാണ് തറവാടിന്റെ ഗേറ്റ് കിടന്ന് ലച്ചു അങ്ങോട്ട് നടന്നു വരുന്നത് കണ്ടത്. പണ്ടത്തെ ആ ആഡംബരമൊക്കെ പോയി ആകെ തളർന്നൊരു രൂപം. ദക്ഷയെ കണ്ടതും അവൾ അവിടെ തന്നെ നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീ എന്താ ലച്ചു ഒറ്റയ്ക്ക്? കാർത്തിയോടെ? അവൾ തന്റെ കണ്ണുകൾ ഷാളിലായൊന്ന് അമർത്തി തുടച്ചു. കാർത്തിയേട്ടൻ ഇന്ന് വർക്കുണ്ട്, അതാ ഞാൻ ഒറ്റയ്ക്ക് വന്ന്. നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കിലാണോ? ഏയ് അല്ലയെടുത്തി, ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ആ പൊടിയൊക്കെ കണ്ണിലേക്ക് അടിച്ചതാ. ഞാൻ റൂമിലേക്ക് ചെല്ലട്ടെ, ആകെ മുഷിഞ്ഞു, എനിക്കൊന്ന് കുളിക്കണം. നീ ആ കഥകൾ അടച്ചേക്ക്, ഞാൻ ഇവരെയും കൊണ്ട് തോട്ടത്തിലേക്ക് ചെല്ലട്ടെ. അതും പറഞ്ഞാൽ കുട്ടികളുടെ അടുത്തേക്ക് നടന്നു. മുറ്റത്തിന്റെ ഒരറ്റത്ത് നിന്ന് തന്നെ നോക്കിച്ചിരിക്കുന്ന ആ കുഞ്ഞു രൂപത്തെ കണ്ടതും അവളുടെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു. ആ ചിരിയിൽ അവൾ കണ്ടത് താൻ ഇല്ലാതാക്കിയ അനന്തന്റെ ആദ്യത്തെ കുഞ്ഞിന്റെ മുഖമായിരുന്നു. ഈ മണ്ണിലൂടെ ഓടിക്കളിക്കേണ്ടിയിരുന്ന എന്റെ ഏട്ടന്റെ ആദ്യത്തെ കുഞ്ഞിനെ എന്റെ സ്വാർത്ഥതയുടെ പേരിൽ ഇല്ലാതാക്കിയല്ലോ.
അവൾക്ക് തന്നോട് തന്നെ അറപ്പും പുച്ഛവും തോന്നി. ആ കുഞ്ഞ് കണ്ണിൽ നിന്ന് മറയുന്നവരെ നോക്കിയെന്ന ശേഷം അവൾ അകത്തേക്ക് നടന്നു. റൂമിലെ കട്ടിൽ കരഞ്ഞളന്നിരിക്കുന്നവളെ കണ്ടാണ് ഭാർഗവി അങ്ങോട്ടേക്ക് കയറി വന്ന്. അവർ പതിയെ അവളുടെ തലയിലായി തലോടി. ആ തലോടൽ അറിഞ്ഞത പോലെ അവൾ തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ആ വീട് എനിക്കൊരു നരക അമ്മേ. കാർത്തിയുടെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യ. എനിക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു മുതൽ എന്നെ ആ വീട്ടിലിട്ട് കൊല്ലാകൊല ചെയ്യാൻ എല്ലാവരും. മോളെ, എനിക്ക് വയ്യ. ആ പഴയ കാര്യങ്ങൾ എന്നെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അന്ന് സ്വത്തിന് വേണ്ടി നമ്മൾ എടത്തിയുടെ ജ്യൂസിൽ മരുന്ന് കലർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എടത്തിക്ക് ആ കുഞ്ഞുണ്ടാവില്ലായിരുന്നു. ഒരു പെണ്ണായിട്ടും നമ്മൾ ആ പാവത്തിനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തല്ലോ. അതിൻ്റെ ശാപമേ ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്നത്. എനിക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നിയില്ല. ചെയ്ത പാവത്തിന് ദൈവം എനിക്ക് നൽകിയ ശിക്ഷയായത്. ഭാർഗവി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നീ ഇങ്ങനെ കരയല്ലേ മോളെ, ഇതെല്ലാം ശരിയാകും. എന്ത് ശരിയാവാൻ അമ്മേ? അനന്തേട്ടൻ അറിഞ്ഞ എന്നെ ഈ പടി പോലും ചവിട്ടാൻ അനുവദിക്കില്ല. ഏട്ടൻ സ്നേഹിച്ച പോലെ ആരെങ്കിലും എന്നെ സ്നേഹിച്ചിരുന്നു. എന്നിട്ടും ഞാൻ ലച്ചു വിതുമ്പലോടെ പറഞ്ഞു നിർത്തി. ഈ സമയം അകത്തേക്ക് വന്ന അനന്തന്റെ ചെവിയിലേക്ക് ലച്ചു പറഞ്ഞ ഓരോ വാക്കും ഇടുത്തി പോലെ വന്ന് പതിച്ചു. വർഷങ്ങളോളം താൻ വിധിയെന്ന് കരുതി നെഞ്ചിലേറ്റിയ വേദന സ്വന്തം ചോര തന്നെ നൽകിയതാണെന്ന് തിരിച്ചറിവ് അവനെ തളർത്തിയിരുന്നു. അനന്തൻ വിറക്കുന്ന കൈകളോടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അവന്റെ മുഖത്തെ ആ ഭാവം കണ്ട് ലച്ചുവും ഭാർഗവിയും ശ്വാസം നിലച്ച പോലെ നിന്നുപോയി. അനന്തൻ, നീ ഇതെപ്പോ വന്നു? ഭാർഗവി വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചും അനന്തനൊന്നും മിണ്ടിയില്ല. അവൻ ലച്ചുവിനെ രൂക്ഷമായി നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യത്തെക്കാൾ ഉപരിയായി സ്വന്തം രക്തത്തോട് തോന്നിയ വെറുപ്പായിരുന്നു. നിനക്ക് മുമ്പേ നടന്ന നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് തന്നവനല്ലേ ഞാൻ. നിന്റെ സന്തോഷത്തിനപ്പുറം മറ്റൊരു ലോകം എനിക്ക് ഉണ്ടായിരുന്നില്ല ലച്ചു. എന്നിട്ടും നീ എന്റെ കുഞ്ഞിനെ. രോഷം കൊണ്ട് വിറച്ച അവന്റെ കൈകൾ അറിയാതെ ഉയർന്നുപോയി. പക്ഷെ അടിച്ചില്ല. അവൻ തന്റെ കൈകൾ ചുരുട്ടി മുന്നിലെ ചുമരിലേക്ക് ആഞ്ഞടിച്ചു. ശരീരത്തിന്റെ വേദനയേക്കാൾ വലുതായിരുന്നു അവന്റെ മനസ്സിന്റെ വേദന. അവൻ ഭാർഗവിക്ക് നേരെ തിരിഞ്ഞു. ആ നോട്ടത്തിൽ ദേഷ്യത്തെക്കാൾ ഉപരി പുച്ഛമായിരുന്നു. സ്വന്തം മകന്റെ കണ്ണീരിലെ സന്തോഷം കണ്ടെന്ന നിങ്ങളെപ്പോൾ ഒരു സ്ത്രീയെ അമ്മ എന്ന് വിളിക്കാൻ എനിക്ക് അറപ്പ് തോന്നുക. നിങ്ങളൊരു സ്ത്രീയല്ലേ? മറ്റൊരു പെണ്ണിന്റെ വയറ്റിൽ വളരുന്ന ജീവന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയല്ലോ. എന്റെ തെച്ചുവിനെ നിങ്ങൾ കരുവാക്കിയപ്പോ ഇല്ലാതായത് നിങ്ങളുടെ തന്നെ വംശമായിരുന്നെന്ന് ഓർക്കാൻ ആർത്തിമൂത്ത് നിങ്ങളുടെ മനസ്സ് സമ്മതിച്ചില്ലല്ലേ? ഭാർഗവി കരഞ്ഞുകൊണ്ട് ആനന്ദന്റെ കാൽ പിടിക്കാൻ ആഞ്ഞതും അവൻ പരിചയമായി അവരെ തട്ടിമാറ്റി. മാറിക്ക്! സ്നേഹിക്കാൻ അറിയില്ലെങ്കിലും ചതിക്കാതിരിക്കാനുള്ള മാന്യതകൾ നിങ്ങൾ കാണിക്കണമായിരുന്നു. അവന്റെ ഉറക്കെയുള്ള സംസാരം കേട്ടാണ് ദക്ഷ അകത്തേക്ക് വന്ന് റൂമിൽ കരഞ്ഞളന്നിരിക്കുന്ന ലച്ചുവിനെയും ഭാർഗവിയെയും കണ്ടതും അവളുടെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു. തിരിഞ്ഞു നിൽക്കുന്ന അനന്തനെ കണ്ടതും പീലി അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്ന് ചേ കുഞ്ഞിന്റെ വിളി കേട്ടതും അനന്തൻ തിരിഞ്ഞു നോക്കി. ശേഷം പീലിയെ തന്റെ കൈകളിൽ കോരിയെടുത്തു. ആ കുഞ്ഞി കൈകൾ കൊണ്ട് പീലി അനന്തന്റെ കവിളിലെ കണ്ണീർ തുടച്ചു. പീലി കൊഞ്ചലോട് ചോദിച്ചു. അനന്തൻ അല്ലേന്ന് തലയനക്കി. അച്ഛന്റെ കണ്ണിൽ പൊടി പോയതാ പോലെ. അവൻ കുഞ്ഞിന്റെ കവിളിൽ തട്ടി പറഞ്ഞു. പീലി അവനെ നെഞ്ചിലേക്ക് കിടന്നു. ദക്ഷപതി ആനന്ദന്റെ അരികിലേക്ക് നടന്നു. അവന്റെ ആകെ മാറിയ ഭാവളെ ഭയപ്പെടുത്തിയിരുന്നു. അനന്തേട്ടാ, എന്താ ഇവിടെ? എന്താ എല്ലാരും ഇങ്ങനെ? ആനന്ദൻ ചുവന്ന കണ്ണുകളോടെ ദക്ഷയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. ഒന്നിനു നിച്ചു, നീ വാ, പീലിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതും പറഞ്ഞാൽ അവളെയും കൂട്ടി അവരുടെ റൂമിലേക്ക് നടന്നു. ദക്ഷയും പീലിയെയും മുറിയിലാക്കി അവർ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആനന്ദൻ ഉമ്മറത്തേക്ക് വന്നു. അവന്റെ ഉള്ളിൽ അപ്പോഴും ഒരു കടൽ ഇരുമ്പുന്നുണ്ടായിരുന്നു. ആ സമയം മുറ്റത്തൊരു കാറ് നിൽക്കുന്ന വെളിച്ചം കണ്ടു. കാർത്തിയാണ്. കാർത്തി കാറിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് കയറി. എന്താ കാർത്തി ഈ നേരത്ത്? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വന്ന. അനന്തേട്ടനോ അകത്തേക്ക് വരും. അവന്റെ സംസാരം കേട്ടതും അനന്തനും അവന്റെ ഒപ്പം ഹാളിലേക്ക് നടന്നു. ഹാളിലായി തളർന്നിരിക്കുന്ന ഭാർഗവി കണ്ടതും അവൻ അറുക്കടുത്തായുള്ള സോഫയിലിരുന്നു. അമ്മയൊന്ന് ലക്ഷ്മിയെ വിളിക്ക്, കാർത്തി പറഞ്ഞു. പരുഷമായ അവന്റെ സംസാരം കേട്ടതും ഭാർഗവി പതുക്കെ അകത്തേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞ് ലച്ചുവിന്റെ ഒപ്പം പുറത്തേക്ക് വന്നു. അമ്മ എന്നെ മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം നിനക്കറിയാലോ? അതിനവൾ തലയാട്ടി. ആ പറയുന്നതിലും കാര്യമില്ലേ? എനിക്കൊരു കുഞ്ഞിനെ വേണം. അതുപോലും തരാൻ കഴിയാത്ത നിന്നെ എന്റെ ജീവിതത്തിൽ ഇനിയും നിർത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കാർത്തിയുടെ ആ വാക്കുകൾ കേട്ട ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. കാർത്തിയുടെ, എനിക്ക് കഴിയാത്തതുകൊണ്ടല്ലോ. നമുക്ക് ചികിത്സിച്ചാ പോരെ? നിങ്ങൾ കൂടെ എന്നെ കൈവിടല്ലേ? കാർത്തി ഒരു പുച്ഛത്തോടെ ചിരിച്ചു. അവൻ അവിടെ അടുത്തേക്ക് ചൂട് വെച്ചു. ചികിത്സിക്കാനോ? എന്തിന്? നിന്നെ പോലൊരു പാപിയുടെ വയറ്റിൽ എന്റെ കുഞ്ഞു വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാ സത്യം. ഹാളിൽ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. ആ വാക്കുകൾ കേട്ടതും അനന്തരം ഞെട്ടി. ലച്ചു ശ്വാസം നിലച്ച പോലെ അവനെ നോക്കി. ദക്ഷയുടെ കുഞ്ഞിനെ നീയും നിന്റെ അമ്മയും ചേർന്ന് ഇല്ലാതാക്കിയ ആ നിമിഷം നിന്റെ കൂടെ ജീവിക്കാനുള്ള മോഹം എനിക്ക് തീർന്ന. ശരിയാ, ഞാനും ആഗ്രഹിച്ചിരുന്നു അനന്തേട്ടനൊരു കുഞ്ഞുണ്ടാവരുതെന്ന്. പക്ഷെ ദക്ഷ ഗർഭിണിയാണെന്ന് അറിഞ്ഞ മുതൽ അതുവരെ കാണാത്ത ആ കുഞ്ഞിനോട് എനിക്കൊരു സ്നേഹം തോന്നിയിരുന്നു. പക്ഷെ ആ പൈതലിനോട് പോലും കരുണ കാട്ടാത്ത നീയൊരു സ്ത്രീയാണെന്നാ ഞാനിപ്പോ ചിന്തിക്കുന്നത്. കാർത്തികന്റെ കയ്യിലുള്ള ഡിവോഴ്സ് പേപ്പറുകൾ മേശപ്പുറത്തേക്ക് എറിഞ്ഞു. ആ കുഞ്ഞിന്റെ ശാപം എന്റെ കുടുംബത്തിൽ കൂടെ വേട്ടയാടാൻ സമ്മതിക്കില്ല. നിനക്ക് വേണ്ടതല്ല ഇവിടെയുണ്ട്. പക്ഷേ നിന്റെ കൂടെ ജീവിക്കാൻ ഇനി കാർത്തി ഉണ്ടാവില്ല.
ലച്ചു നിലവിളിച്ചുകൊണ്ട് അവരെ കാലിൽ പിടിക്കാനാണെങ്കിലും കാർത്തി അവളെ തട്ടിമാറ്റി പടിയിറങ്ങി. അനന്തനൊന്നും മിണ്ടാനാവാതെ ആ കാഴ്ച നോക്കി നിന്നു. ചതിയുടെ വേരുകൾ അറുത്തുമാറ്റപ്പെടുമ്പോൾ തന്റെ പെണ്ണിന് കിട്ടേണ്ട ഏറ്റവും വലിയ നീതിയാണ് ഇവിടെ നടപ്പിലാവുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ലച്ചു നിലവിളിച്ചുകൊണ്ട് തറയിൽ തളർന്നിരുന്നു. ഭാർഗവി അവളെ താങ്ങാൻ നോക്കിയെങ്കിലും ലച്ചു അവരെ തള്ളി മാറ്റി. താൻ കൊതിച്ച ആഡംബരങ്ങളുടെ നടുവിൽ സ്നേഹിച്ചവരെല്ലാം നഷ്ടപ്പെട്ട് അവൾ വെറും ഒരു അനാഥയായി മാറി. പുറത്തു മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങിയിരുന്നു. തറവാടിന്റെ ബാൽക്കണിയിൽ ആ ഇരുട്ടിലേക്ക് നോക്കി അനന്തൻ നിശബ്ദനായി നിന്നു. താഴെ ലച്ചുവിന്റെ കരച്ചിൽ മഴയുടെ ഇരമ്പലിൽ മുങ്ങിപ്പോകുന്നുണ്ട്. അനന്തൻ പതുക്കെ കൈകൾ നീട്ടി മഴത്തുള്ളികളെ തൊട്ടു. ഭൂമിയിൽ ജനിക്കാൻ അനുവദിക്കാതെ പോയ കുഞ്ഞിന് കിട്ടിയ നീതിയാവാം ഈ മഴ. ബാൽക്കണിയുടെ തണുത്ത കാറ്റേറ്റ് നിൽക്കുമ്പോൾ അവന്റെ മനസ്സിലെ ഭാരം പതി ഇല്ലാതാവുന്ന അവൻ അറിഞ്ഞു. അനന്തൻ തിരികെ മുറിയിലേക്ക് നടന്നു. അവിടെ ദക്ഷയും പീലയും സുഖമായി ഉറങ്ങുന്നുണ്ട്. പുറത്ത് ആ മഴ അപ്പോഴൊരു വിജയഭീരി പോലെ പെയ്തുകൊണ്ടിരുന്നു.